വാർത്തകൾ വിശദമായി. മുന്നോക്ക സമുദായത്തിലെ പിന്നോക്കക്കാർക്ക് 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ വെച്ചു. കേന്ദ്ര സാമൂഹ്യക്ഷേമ മന്ത്രി തവർചന്ദ് ഗെഹ്ലോട്ടാണ് ബിൽ ലോക്സഭയിൽ വെച്ചത്. 104ാമത് ഭരണഘടനാ ഭേദഗതിക്കായുള്ള ബില്ലാണ് ലോക്സഭയുടെ പരിഗണനയ്ക്ക് എത്തിയിരിക്കുന്നത്. അതേസമയം സാമ്പത്തിക സംവരണത്തിനുള്ള ഈ ബിൽ രാഷ്ട്രീയ തന്ത്രം മാത്രമാണെന്ന് സിപിഐഎം ആരോപിച്ചു. സിപിഎം ബിൽ വിശദമായ ചർച്ചയ്ക്ക് ശേഷമേ പാർലമെന്റിൽ കൊണ്ടുവരാൻ പാടുള്ളൂവെന്നും സിപിഐഎം. വിവരങ്ങളുമായി ശരത് ചേരുകയാണ്. ശരത്, വിശദാംശങ്ങൾ. രേഷ്മ, സാമ്പത്തിക സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട് ലോക്സഭ അല്പസമയത്തിനകം ഇത് സംബന്ധിച്ച ഭരണഘടനാ ഭേദഗതി ബിൽ പരിഗണിക്കും. സാമ്പത്തിക സംവരണം 10% ഏർപ്പെടുത്തുന്ന ബില്ലാണ് കേന്ദ്ര സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി തവർചന്ദ് ഗെഹ്ലോട്ട് 1 മണിക്കൂർ മുൻപ് ലോക്സഭയിലൂടെ ടേബിളിൽ വെച്ചത്. ഇതിന്മേലാണ് അല്പസമയത്തിനകം ചർച്ച നടക്കാൻ വേണ്ടി പോകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ലോക്സഭയിൽ ബില്ല് പാസ്സാകാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. കാരണം ലോക്സഭയിൽ ബഹുഭൂരിഭാഗം പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഈ ഒരു 10% സംവരണത്തിനോട് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് നേട്ടം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത് എന്ന് ആരോപിക്കുന്നുണ്ട്. എങ്കിലും ബില്ലിനെ എതിർത്തുകൊണ്ട് ഉള്ള ഒരു നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യത കാണുന്നില്ല. നേരത്തെ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിലും ഒരു പ്രതിപക്ഷ പാർട്ടികളും ഇത്തരം ഒരു വിയോജിപ്പ് രേഖപ്പെടുത്താത്തതിൽ നിന്ന് തന്നെ ബില്ല് ലോക്സഭയിൽ പാസ്സാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ലോക്സഭയിൽ ആകെ ഉള്ള അംഗങ്ങളിൽ 2/3 ഭൂരിപക്ഷവും അതുപോലെ തന്നെ ആകെ അംഗസംഖ്യയുടെ കേവല ഭൂരിപക്ഷവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസ്സാവൂ. ഭരണഘടനയുടെ 15, 16 വകുപ്പുകളാണ് ഭേദഗതി ചെയ്യാനായി കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ ചർച്ച നടക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഈ ബില്ല് കേന്ദ്ര സർക്കാർ ഈ ബില്ലിന്മേലുള്ള ചർച്ചകൾ നടക്കുക. നിലവിലെ സാഹചര്യത്തിൽ ബില്ല് നിയമമാകണമെങ്കിൽ കടമ്പകൾ ഇനിയും ഏറെയുണ്ട്. കാരണം 10% സംവരണം ഏർപ്പെടുത്തുന്നതോടുകൂടി ആകെ സംവരണം 60%-ആയി ഉയരും. ഇത് 1992 സുപ്രീം കോടതി വിധിക്ക് എതിരായ ായതിനാൽ തന്നെ അത് നിയമപരമായി നിലനിൽക്കുമോ എന്നുള്ള ചോദ്യം ഒരു വശത്തുണ്ട്. ഇതുകൂടാതെ നിലവിലെ സാഹചര്യത്തിൽ രാജ്യസഭയിലും പാസ്സാകേണ്ടതുണ്ട്. ബില്ല് രാജ്യസഭയിൽ പാസ്സാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് രാജ്യസഭാ നടപടികൾ ഒരു ദിവസത്തേക്ക് കൂടി കേന്ദ്ര സർക്കാർ നീട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ രാജ്യസഭയിൽ നിരന്തരമായി സമാജ്വാദി പാർട്ടി അംഗങ്ങൾ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിനെ തുടർന്ന് രാജ്യസഭാ നടപടികൾ കൃത്യമായി മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യമാണുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ബില്ല് രാജ്യസഭയിൽ എത്തിയാൽ തന്നെ പരിഗണിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് ഉറപ്പില്ല. കാരണം ഒരു ഭരണഘടനാ ബില്ലായതിനാൽ തന്നെ പ്രതിഷേധങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ബില്ല് പരിഗണിക്കാൻ വേണ്ടി സഭാധ്യക്ഷൻ അനുമതി നൽകാനും സാധ്യതയില്ല. അതേസമയം തന്നെ സാമ്പത്തിക സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട് സിപിഐഎം പോളിറ്റ് ബ്യൂറോ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. സാമ്പത്തിക സംവരണത്തിനുള്ള ഇപ്പോഴുള്ള ബില്ല് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ തന്ത്രമാണ് എന്നും തൊഴിലവസരങ്ങൾ ഒരുക്കുന്നതിൽ മോദി സർക്കാരിന്റെ പരാജയമാണ് ഈ ഒരു ബില്ല് കൊണ്ടുവന്നതിലൂടെ വെളിവായത് എന്നും സിപിഐഎം പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വിശദമായ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഈ ഒരു ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരാവൂ എന്നും സിപിഐഎം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വരുമാന പരിധി 8 ലക്ഷം രൂപയാണ് സംവരണത്തിനുള്ള മാനദണ്ഡമായി നിശ്ചയിച്ചത്. ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊക്കെ തന്നെ അർഹരായവർക്ക് തന്നെ സംവരണം ലഭിക്കുമോ എന്ന സംശയം ജനിപ്പിക്കുന്നതാണ് എന്നും സിപിഐഎം പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കിയിട്ടുണ്ട്. മണ്ഡൽ കമ്മീഷൻ കാലം മുതൽ തന്നെ സാമ്പത്തിക സംവരണവുമായി ബന്ധപ്പെട്ട് സിപിഐഎം പോളിറ്റ് ബ്യൂറോ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തൊഴിലാളികൾക്ക് 18,000 രൂപ മിനിമം വേതനം ഉറപ്പാക്കാത്ത സർക്കാരാണ് സാമ്പത്തിക സംവരണത്തിലൂടെ തൊഴിൽ സുരക്ഷിതത്വവും ഉൾപ്പെടെ ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു കുറ്റപ്പെടുത്തലും സിപിഐഎം പോളിറ്റ് ബ്യൂറോയുടെ പ്രസ്താവനയിൽ ഉണ്ടായി. ഏതായാലും ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ബില്ല് ലോക്സഭയിലൂടെ ചർച്ചയിലാണ്. അതിനുശേഷമായിരിക്കും ഏതായാലും ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയുടെ പരിഗണനയ്ക്ക് എത്തുക. മുന്നോക്ക സമുദായത്തിലെ പിന്നോക്കക്കാർക്ക് 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ വെച്ചു. വിവരങ്ങളാണ് ശരത് നൽകിയത്. സമരകലയുടെ തുടിമുഴക്കം ദുരിതമർദ്ദിത ജനസമുദ്ര തിരയിലക്കം നാടുണർത്തുന്നു. തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾ പിന്തുടരുന്ന കേന്ദ്ര സർക്കാരിനെതിരെ 10 ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക ദ്വിദിന പണിമുടക്കിന് വൻ തൊഴിലാളി ജനപിന്തുണ. 20 കോടിയിലേറെ തൊഴിലാളികൾ പണിമുടക്കിൽ അണിചേർന്നു. കേരളം, ബംഗാൾ, കർണാടക, ത്രിപുര, മഹാരാഷ്ട്ര, തമിഴ്നാട്, ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പണിമുടക്കിന് വൻ തൊഴിലാളി പങ്കാളിത്തമാണ്. ദേശീയ തലസ്ഥാന മേഖല ഉൾപ്പെടെ ഉത്തരേന്ത്യയിലും പണിമുടക്കിന് മുൻ വർഷത്തേക്കാൾ പിന്തുണയുണ്ട്. വിവിധ കർഷക തൊഴിലാളി സംഘടനകൾ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് ഗ്രാമീണ ബന്ധം നടത്തുന്നുണ്ട്. തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പിന്തുടരുന്ന കേന്ദ്ര സർക്കാരിനെതിരായ വികാരം പ്രതിഫലിപ്പിക്കുന്നതാണ്
അർദ്ധരാത്രി ആരംഭിച്ച രാജ്യവ്യാപക പണിമുടക്ക് 1991 ശേഷമുള്ള രണ്ടാമത്തെ ദ്വിദിന പണിമുടക്കിൽ 20 കോടിയിലേറെ തൊഴിലാളികളാണ് അണിനിരക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തൊഴിലാളികൾ പണിമുടക്കി റാലികൾ സംഘടിപ്പിച്ചു. ഒഡീഷയിലെ ഭുവനേശ്വറിൽ ദേശീയപാത 16-ൽ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. മഹാരാഷ്ട്രയിലെ മുംബൈ നാസിക് ഹൈവേയിലും ഗതാഗത തടസ്സമുണ്ടായി. പശ്ചിമ ബംഗാളിൽ പണിമുടക്ക് അനുകൂലികൾക്ക് നേരെ തൃണമൂൽ കോൺഗ്രസ് അക്രമം അഴിച്ചുവിട്ടു. റോഡ് ഗതാഗതം, റെയിൽ ഗതാഗതം, ബാങ്കിംഗ് മേഖല എന്നിവിടങ്ങളിൽ പണിമുടക്ക് കാര്യമായി പ്രതിഫലിച്ചിട്ടുണ്ട്. കേരളം, ബംഗാൾ, കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട്, ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പണിമുടക്കിന് വൻ തൊഴിലാളി പങ്കാളിത്തമാണുള്ളത്. ത്രിപുര, ആസാം, മണിപ്പൂർ തുടങ്ങിയ കിഴക്കൻ സംസ്ഥാനങ്ങളിലും പണിമുടക്ക് വിജയമായി. ഉത്തരേന്ത്യയിലെ പണിമുടക്ക് ഭാഗികമാണെങ്കിലും മുൻവർഷത്തേക്കാൾ തൊഴിലാളി പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. ദേശീയ തലസ്ഥാന മേഖലയിൽ 70% വ്യവസായങ്ങളും പണിമുടക്കിനെ തുടർന്ന് നിശ്ചലമായെന്ന് ട്രേഡ് യൂണിയനുകൾ അവകാശപ്പെട്ടു. മുഴുവൻ LIC ജീവനക്കാരും ഇവിടെ പണിമുടക്കിൽ അണിചേർന്നിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ചില ഗ്രാമീണ മേഖലകളിലും വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കിസാൻ സഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തുന്ന ഗ്രാമീണ ബന്ധും പണിമുടക്കിന്റെ സന്ദേശം ഗ്രാമീണ മേഖലയിൽ എത്തിക്കാൻ സഹായകരമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേരളത്തിലും പണിമുടക്ക് പൂർണ്ണമാണ്. ഇപ്പോൾ വിവരങ്ങളുമായി ലെസ്ലി ജോൺ ചേരുകയാണ്. ലെസ്ലി, വിശദാംശങ്ങൾ. തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾ പിന്തുടരുന്ന കേന്ദ്ര സർക്കാരിനെതിരെ 10 ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പണിമുടക്കിന് വൻ തൊഴിലാളി ജനപിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത്. 20 കോടിയിലേറെ തൊഴിലാളികൾ പണിമുടക്കിൽ അണിചേർന്നിരിക്കുന്നു. കേരളത്തിലും പണിമുടക്ക് പൂർണ്ണമാണ്. വിവിധ കർഷക തൊഴിലാളി സംഘടനകൾ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് ഗ്രാമീണ ബന്ധം നടത്തുന്നുണ്ട്. മോദി സർക്കാരിനെതിരായ തൊഴിലാളികളുടെ സമരം ചരിത്ര സംഭവമെന്ന് CITU ദേശീയ വൈസ് പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ. ഇത്രയധികം തൊഴിലാളികൾ പങ്കെടുത്ത സമരം റെക്കോർഡാണെന്നും ആനത്തലവട്ടം പറഞ്ഞു. ഇന്ത്യയിലെ 10 കേന്ദ്ര സംഘടനകളും ഓരോ സംസ്ഥാനത്തിലുമുള്ള മറ്റ് പ്രാദേശിക സംഘടനകളും എല്ലാം യോജിച്ചുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഇത്രയും ഏതാണ്ട് 20 കോടിയിൽ പരം വരുന്ന തൊഴിലാളികളുടെ പണിമുടക്കും. അത് പക്ഷേ ലോക റെക്കോർഡായിരിക്കും. ലോകത്തിന്റെ ഭൂപടത്തിൽ ഇന്ന് ഇന്ത്യ ഈ പണിമുടക്കങ്ങളിലൂടെ മോഡി ഗവൺമെന്റിന്റെ കപട വാഗ്ദാനങ്ങളുടെ പൊള്ളത്തരം തൊലി ഉരിച്ച് പൊളിച്ചു കാണിക്കുന്ന, തൊഴിലാളികളുടെ ഈ ഏകാധിപതിക്ക് അടിച്ചമർത്തി ഭരിക്കാൻ സാധിക്കില്ല എന്ന് വിളംബരം ചെയ്യുന്ന ഒരു ദിനമായി ജനുവരി 8, 9 തീയതികൾ മാറാൻ പോകുകയാണ്. തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾ പിന്തുടരുന്ന കേന്ദ്ര സർക്കാരിനെതിരെ 10 ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക ദ്വിദിന പണിമുടക്കിന് വൻ തൊഴിലാളി ജനപിന്തുണ. കേരളത്തിലും പണിമുടക്ക് പൂർണ്ണമാണ്. വിവരങ്ങളുമായി ലെസ്ലി ജോൺ ചേർന്നു. ലെസ്ലി, വിശദാംശങ്ങൾ. കലാപരിപാടികളും ഇതിനിടയിൽ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഉടനീളം ഇത്തരത്തിൽ പ്രധാന കേന്ദ്രങ്ങളിൽ ചെറിയ പന്തലുകൾ ഒരുക്കിക്കൊണ്ട് ഇത്തരത്തിൽ തൊഴിലാളികൾ സംഘടിക്കുന്ന സാഹചര്യമാണുള്ളത്. ലെസ്ലി, ഇനി എന്തൊക്കെ സമര പരിപാടികൾക്കാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്? മറ്റു വാർത്തകളിലേക്ക്. ശബരിമല ദർശനത്തിനെത്തിയ ട്രാൻസ്ജെൻഡറിനെതിരെ RSSന്റെ ലൈംഗികാധിക്ഷേപം. ചെന്നൈ തലക്കുളം സ്വദേശി അജിതയ്ക്കാണ് അധിക്ഷേപം നേരിടേണ്ടി വന്നത്. ട്രാൻസ്ജെൻഡർ ആണെന്നതിന് എന്താണ് തെളിവെന്നാണ് RSSകാർ അജിതയോട് ചോദിച്ചത്. തെളിവായി വസ്ത്രം മാറ്റി കാണിക്കുകയെ നിവൃത്തിയുള്ളൂ എന്നായിരുന്നു അജിതയുടെ മറുപടി. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, വിശദാംശങ്ങൾ. രാവിലെ 8:30 ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള മധുര തലക്കുളം സ്വദേശിനി അജിത പമ്പയിലെ അമ്മയ്ക്കൊപ്പം എത്തിയത്. പമ്പ പോലീസിന്റെ ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് വെച്ച് തന്നെ RSS പ്രവർത്തകർ ഇവരെ തടയുകയും ഇവര് ലൈംഗിക അധിക്ഷേപവും നടത്തി. ഇവർ പറഞ്ഞു, ഇവര് എന്നെ അമ്മയാണ്, അമ്മയ്ക്കൊപ്പം ഞാൻ ദർശനത്തിലെത്തിയതാണ്. കഴിഞ്ഞ 13 വർഷമായി ഞാൻ ഇവിടെ വരുന്നു. അങ്ങനെ എത്തിയതാണ്. ഞാനൊരു ഇവരുടെ മകനാണെന്ന് പറഞ്ഞപ്പോൾ, പുരുഷനാണെന്ന നിലയിൽ വന്നപ്പോഴാണ് ഇവർ ചോദിച്ചത് അതിനെന്താണ് തെളിവെന്ന്. ആ തെളിവെന്നുള്ള കാര്യം ചോദിച്ചപ്പോഴാണ് ഈ അജിത് വ്യക്തമായി വൈകിട്ട് അവർക്കത് പറയേണ്ടി വന്നത്. ഞാൻ എന്റെ വസ്ത്രം മാറ്റി തരാം, അല്ലാതെ വേറൊന്നും ഇനി എനിക്ക് ചെയ്യാനില്ല എന്ന് പറഞ്ഞത്. എന്നെ പല സ്ഥലങ്ങളിലും പരിശോധിച്ചു, വീണ്ടും എന്നെ അപമാനിക്കരുതെന്ന് അവർ അപേക്ഷിച്ചു. അതിനുശേഷം ഇവർ വിടാൻ തയ്യാറായില്ല. പോലീസാണ് ഇവരെ സംരക്ഷണം നൽകി കൊണ്ടുപോയത്. പിന്നീട് ഇവർക്ക് ഇവരുടെ കമ്മല്
ഊരി മാറ്റേണ്ടി വന്നു. മാറുമറയ്ക്കാനായി ഉപയോഗിച്ചിരുന്ന ഷാൾ ഇവർക്ക് മാറ്റേണ്ടി വന്നു. സ്ത്രീ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള എല്ലാ അടയാളങ്ങളും വസ്ത്രങ്ങളും എല്ലാം മാറ്റിയ ശേഷമാണ് അവർ പിന്നീട് ശബരിമലയിലേക്ക് പുറപ്പെട്ടത്. അപ്പാച്ചിമേട് വെച്ചും ഇവരെ തടയുന്ന ഒരു സമീപനമുണ്ടായി. പിന്നീട് അവിടെയും പോലീസ് ഇടപെടുകയായിരുന്നു. പിന്നീട് അവർ സന്നിധാനത്ത് പോയി അയ്യപ്പ ദർശനം നടത്തി ഇപ്പോൾ മടങ്ങി വരികയാണ്. ശബരിമല ദർശനത്തിനെത്തിയ ട്രാൻസ്ജെൻഡറിന് നേരെ RSSന്റെ ലൈംഗിക അധിക്ഷേപം. ചെന്നൈ തലക്കുളം സ്വദേശി അജിതയ്ക്കാണ് അധിക്ഷേപം നേരിടേണ്ടി വന്നത്. വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്. ശബരിമലയിൽ കൂടുതൽ യുവതികൾ കയറിയതിന്റെ വിവരങ്ങൾ പുറത്ത്. 10നും 50നും ഇടയ്ക്ക് പ്രായമുള്ള 2 മലേഷ്യൻ സ്ത്രീകൾ കൂടി മല ചവിട്ടി. ഇരുവരും മല ചവിട്ടിയത് കനകദുർഗയും ബിന്ദുവും മല ചവിട്ടിയ അതേ ദിവസം പകലാണ്. ഭക്തരുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതിഷേധവും ഇവർക്കെതിരെ ഉണ്ടായില്ല. ദൃശ്യങ്ങൾ പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. കനകദുർഗയും ബിന്ദുവും മല ചവിട്ടിയ അന്ന് തന്നെ ഇവരും മല ചവിട്ടി. യുവതികൾ അയ്യപ്പ ദർശനം നടത്തിയതാകട്ടെ പകൽ വെളിച്ചത്തിൽ. മരക്കൂട്ടത്ത് മല ചവിട്ടുന്നതിന്റെയും പമ്പയിൽ എത്തുന്നതിന്റെയും ദൃശ്യങ്ങളാണ് പീപ്പിൾ പുറത്തുവിട്ടത്. യഥാർത്ഥ ഭക്തർ ഇവരെ തടഞ്ഞില്ല. പകരം ദർശനത്തിന് വഴിയൊരുക്കി. ഒരാൾക്ക് 30ഉം മറ്റൊരാൾക്ക് 40ഉമാണ് പ്രായം എന്നാണ് സൂചന. ഈ കഴിഞ്ഞ 2-ാം തീയതി മലേഷ്യൻ യുവതികൾ ദർശനം നടത്തിയത് സംബന്ധിച്ച് പോലീസ് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ പ്രായമോ മറ്റു വിവരങ്ങളോ ശേഖരിക്കേണ്ട ബാധ്യത തങ്ങൾക്കില്ലാത്തതിനാൽ അത് പരിശോധിച്ചിട്ടില്ല എന്ന് പമ്പ സ്പെഷ്യൽ ഓഫീസർ കൂടിയായിട്ടുള്ള DIG കോറി സഞ്ജയ് ഗുരുഡ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. പമ്പയിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. CBI കേസിൽ കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി. അലോക് വർമ്മയെ ഡയറക്ടർ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയ കേന്ദ്ര സർക്കാർ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. ഇതോടെ മോദിക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് അലോക് വർമ്മ വീണ്ടും CBI തലപ്പത്തെത്തും. അലോക് വർമ്മയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഉന്നതതല സമിതി പരിഗണിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. കീഴ്വഴക്കങ്ങൾ തെറ്റിച്ച് രാഷ്ട്രീയ താൽപര്യത്തിനായി CBI എന്ന ഭരണഘടനാ സ്ഥാപനത്തെ ഉപയോഗിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. ജൂലൈ മാസം മുതൽ CBI തലപ്പത്ത് പ്രശ്നമുണ്ടായിട്ടും ഒക്ടോബർ 23-ന് അർദ്ധരാത്രി അസാധാരണ നടപടിയിലൂടെ അലോക് വർമ്മയെ മാറ്റി നിർത്തിയ നടപടിയാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് റദ്ദാക്കിയത്. ചീഫ് ജസ്റ്റിസ് അവധിയിലായതിനാൽ ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൌൾ 12-ാം കോടതിയിൽ വെച്ചാണ് വിധി പ്രസ്താവന നടത്തിയത്. ജസ്റ്റിസ് KM ജോസഫും ബെഞ്ചിലുണ്ടായിരുന്നു. CBI ഡയറക്ടറെ മാറ്റണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള 3-അംഗ ഉന്നതതല സമിതിയുടെ അനുമതി വേണമെന്ന വാദം സുപ്രീം കോടതി അംഗീകരിച്ചു. കുറഞ്ഞത് 2 വർഷമെങ്കിലും CBI ഡയറക്ടർക്ക് പ്രവർത്തന കാലാവധി നൽകണമെന്ന വിനീത് നാരായൺ കേസിലെ വിധി കോടതിക്ക് തള്ളിക്കളയാനാവില്ലെന്ന് വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാണിച്ചു. ഈ മാസം 31-നാണ് അലോക് വർമ്മയുടെ ഔദ്യോഗിക കാലാവധി പൂർത്തിയാകുന്നത്. അലോക് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങളിൽ CVC അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചക്കുള്ളിൽ ഉന്നതതല സമിതി യോഗം ചേർന്ന് പരിഗണിക്കണമെന്ന് ഉത്തരവിട്ട കോടതി ഈ കാലയളവിൽ അലോക് വർമ്മ നയപരമായ തീരുമാനമെടുക്കരുതെന്ന് വിധിയെഴുതി. Partial victory for Sri Alok Verma in the sense that he has been restored, the order removing him has been quashed, but unfortunately and strangely he has been restrained, from taking major policy decisions. So his full powers have not been restored. M. നാഗേശ്വര റാവുവിനെ താൽക്കാലിക ഡയറക്ടറെ നിയമിച്ച ഉത്തരവും കോടതി റദ്ദാക്കിയിട്ടുണ്ട്. നിയമനവും നീക്കം ചെയ്യലും ഉന്നതാധികാര സമിതിയുടെ കീഴിൽ വരുമെന്നും സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കുമെന്നും കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി വ്യക്തമാക്കി. അതേസമയം കീഴ്വഴക്കങ്ങൾ തെറ്റിച്ച് രാഷ്ട്രീയ താൽപര്യത്തിനായി CBI എന്ന ഭരണഘടനാ സ്ഥാപനത്തെ ഉപയോഗിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. ഭരണഘടനാ സ്ഥാപനങ്ങളിൽ കേന്ദ്ര സർക്കാർ കൈകടത്തുന്നു എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ വിധി. അധികാര ദുർവിനിയോഗം നടത്തിയതിന് കേന്ദ്ര സർക്കാരിന് കിട്ടിയ തിരിച്ചടി തന്നെയാണ് സുപ്രീം കോടതിയുടെ CBI കേസിലെ വിധി പ്രസ്താവം. ക്യാമറമാൻ അതുലിനോടൊപ്പം ഹരീഷ് രംഗാട്ട്. തൊഴിലാളി സംഘടനാ ഭേദഗതി ബില്ലിനെ അവതരണ വേളയിൽ തന്നെ എതിർത്ത് CPIM MPമാർ. ഡോക്ടർ A. സമ്പത്തും MP രാജേഷുമാണ് ചട്ടം 72 പ്രകാരം ബില്ലിനെ എതിർത്തത്. ബിൽ ഭരണഘടനാ വിരുദ്ധവും തൊഴിലാളി സംഘടനാ ബില്ലിലെ 172, 173, 174, 175 വകുപ്പുകളുടെ ലംഘനവുമാണെന്ന് MPമാർ ചൂണ്ടിക്കാട്ടി. I would like to oppose this bill. Yes. Because, Madam Speaker, one, this is unconstitutional. Okay. This is unconstitutional. Honorable Minister will also accept my view, because why I say this is unconstitutional is this is against the spirit of Article 19(1)(c) that is enshrined in the Part 3 of the Constitution of India.
And again, Madam Speaker, this bill which has been circulated, it is against Article 23 and 24, which is enshrined in the Part 4 of this holy book, the Constitution of India. ഹർത്താലിന്റെ മറവിൽ അതിക്രമം നടത്തിയതുമായി ബന്ധപ്പെട്ട് RSS BJP ശബരിമല കർമ്മസമിതി നേതാക്കൾക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. PS ശ്രീധരൻപിള്ള, KP ശശികല, TP സെൻകുമാർ, O രാജഗോപാൽ തുടങ്ങിയവർക്ക് നോട്ടീസ് അയക്കാനാണ് കോടതി ഉത്തരവിട്ടത്. ഹർത്താൽ ആഹ്വാനം ചെയ്തവരിൽ നിന്ന് നഷ്ടം ഈടാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് കോടതി നടപടി. ഇതിനിടെ യുവതികളുടെ സന്ദർശനം സംബന്ധിച്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്മേൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. അതേസമയം വനിതീ സംഘത്തിന് സംരക്ഷണം നൽകിയത് യുവതികളെ വലതുപക്ഷ തീവ്രവാദികളുടെ മുൻപിലേക്ക് എറിഞ്ഞുകൊടുക്കാതിരിക്കാനാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികളാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്. യുവതികൾ ശബരിമലയിൽ ആരാധന നടത്തിയതിനെതിരെ സംഘടിപ്പിച്ച ഹർത്താലിലുണ്ടായ നഷ്ടം ഹർത്താൽ ആഹ്വാനം ചെയ്തവരിൽ നിന്ന് ഈടാക്കി നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ RSS BJP കർമ്മസമിതി നേതാക്കൾക്ക് നോട്ടീസ് അയക്കാൻ കോടതി ഉത്തരവിടുകയായിരുന്നു. PS ശ്രീധരൻപിള്ള, KP ശശികല, TP സെൻകുമാർ, O രാജഗോപാൽ തുടങ്ങിയ ഹർജിയിലെ എതിർകക്ഷികൾക്കാണ് നോട്ടീസിന് ഉത്തരവിട്ടത്. നഷ്ടങ്ങളുടെ ഉത്തരവാദിത്തം നേരിട്ടോ അല്ലാതെയോ ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നവർക്കാണെന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഏതെങ്കിലും ഗ്രൂപ്പോ സംഘടനയോ ആക്രമണം നടത്തി നാശനഷ്ടം വരുത്തിയാൽ നേതാക്കൾ 24 മണിക്കൂറിനുള്ളിൽ പോലീസ് സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്യലിന് വിധേയമാകണമെന്നും വിധിയിൽ പറയുന്നുണ്ടെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനിടെ ബിന്ദുവും കനകദുർഗയും ശബരിമല ദർശനം നടത്തിയത് സംബന്ധിച്ച് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. ഇരുവരും വിശ്വാസികളാണോ എന്ന് കോടതി ആരാഞ്ഞു. ബിന്ദുവും കനകദുർഗയും വിശ്വാസികളാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. അതേസമയം വനിതീ സംഘത്തിന്റെ ശബരിമല പ്രവേശനത്തിൽ ബോധപൂർവമായ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. വനിതീ സംഘത്തിന് സംരക്ഷണം നൽകിയത് യുവതികളെ വലതുപക്ഷ തീവ്രവാദികളുടെ മുൻപിലേക്ക് എറിഞ്ഞു കൊടുക്കാതിരിക്കാനാണ്. കോടതിയോട് അനാദരവ് കാണിച്ചിട്ടില്ല. വനിതീ സംഘം കേരളത്തിൽ പ്രവേശിച്ചപ്പോൾ പലയിടത്തും ആക്രമണം നേരിട്ടു. പോലീസ് ഇടപെട്ടാണ് അവരെ രക്ഷപ്പെടുത്തിയത്. പൗരന്റെ ജീവന് സംരക്ഷണം നൽകാനുള്ള ഭരണഘടനാ ബാധ്യത സർക്കാരിനുണ്ട്. നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് KSRTCയിൽ അവരെ കൊണ്ടുപോയിരുന്നെങ്കിൽ സുരക്ഷ അപകടത്തിലാകുമായിരുന്നു. നിലയ്ക്കലിൽ നിന്ന് പമ്പ വരെ സ്വകാര്യ വാഹനങ്ങൾ പാടില്ലെന്നൊരു ഉത്തരവില്ലെന്നും AG വ്യക്തമാക്കി. എന്നാൽ അങ്ങനൊരു ഉത്തരവുണ്ടെന്ന് ആവർത്തിച്ച കോടതി സർക്കാരിനോട് വിശദമായ സത്യവാങ്മൂലം നൽകാനും നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. സർക്കാരിന്റെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചാണ് ദേവസ്വം ബോർഡ് തീർത്ഥാടകർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത്. മകരവിളക്ക് മഹോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ ശബരിമലയിൽ ആരംഭിച്ചു. മകരജ്യോതി ദർശനത്തിനെത്തുന്ന മുഴുവൻ തീർത്ഥാടകർക്കും വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാരിന്റെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് വിപുലവും ഫലപ്രദവുമായ രീതിയിൽ ഒരുക്കുവാനാണ് തീരുമാനമെന്ന് ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് N വിജയകുമാർ പറഞ്ഞു. എല്ലാവരും തന്നെ വളരെ സജീവമായി മകരവിളക്കിന് ഭക്തരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പരിപൂർണമായതിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. തീർച്ചയായും ഈ വർഷത്തെ മകരവിളക്ക് ഏറ്റവും നല്ല രീതിയിൽ സമാപിക്കും എന്നാണ് നമുക്ക് ഉറപ്പു നൽകാനുള്ളത്. 4 ലക്ഷത്തോളം തീർത്ഥാടകർ മകരവിളക്ക് മഹോത്സവത്തിനായി എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിനും വിരിവിക്കുന്നതിനും കൂടുതൽ സൗകര്യമൊരുക്കാനും തീരുമാനമായിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പക്ഷം ബന്ധപ്പെട്ടവരുമായുള്ള ചർച്ചയിലൂടെ പരിഹരിക്കും. പോലീസിന്റെയും നിരീക്ഷണ സമിതിയുടെയും നിർദ്ദേശങ്ങൾ അനുസരിച്ചാകും ക്രമീകരണങ്ങൾ ഒരുക്കുക. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 4ാം എഡിഷന് വ്യാഴാഴ്ച കോഴിക്കോട് തുടക്കമാകും. വൈകിട്ട് 6 മണിക്ക് MT വാസുദേവൻ നായർ KLFന് തിരിതെളിയിക്കും. കോഴിക്കോട് ബീച്ചിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന സാഹിത്യോത്സവത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 500ഓളം പ്രമുഖർ പങ്കെടുക്കും. കല, സാഹിത്യം, രാഷ്ട്രീയം, സിനിമ, ഫിലോസഫി, പരിസ്ഥിതി തുടങ്ങിയ വിഷയങ്ങൾ ഇത്തവണയും KLFൽ ചർച്ചയാവും. വിവിധ ഭാഷകളിൽ നിന്ന് 500ഓളം അതിഥികളാണ് വ്യത്യസ്ത സെഷനുകളിൽ പങ്കെടുക്കുക. സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും വേദിയിലെത്തും. പ്രളയാനന്തര കേരളത്തിന്റെ നവനിർമ്മാണം പ്രത്യേകമായി ചർച്ച ചെയ്യും. സ്ത്രീ സമൂഹം, മുന്നേറ്റങ്ങൾ, വെല്ലുവിളികൾ, ദളിത് മുന്നേറ്റം, ശാസ്ത്ര സെഷനുകൾ, ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ എന്നിവയും KLF വേദിയിൽ ചൂടേറിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കും. ഫെസ്റ്റിവൽ ഡയറക്ടർ K സച്ചിദാനന്ദൻ. വിദേശത്തു നിന്നുള്ള പങ്കാളികൾ, പ്രത്യേകിച്ചും എഴുത്തുകാരുണ്ട്, കലാകാരന്മാരുണ്ട്, നർത്തകരുണ്ട്, നാടകകാരന്മാരുണ്ട്. രണ്ടാമതായിട്ട് ഇന്ത്യയിൽ നിന്ന്, കേരളത്തിന് പുറത്തു നിന്നുള്ള പങ്കാളികൾ, ഇംഗ്ലീഷിൽ എഴുതുന്ന ആളുകളും മറ്റു ഭാഷകളിൽ എഴുതുന്ന ആളുകളുമുണ്ട്. മൂന്നാമതായിട്ട് കേരളത്തിൽ നിന്നുള്ള പങ്കെടുക്കുന്ന ആളുകൾ. വനിതാ സംവിധായകരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇത്തവണ ഫിലിം ഫെസ്റ്റിവൽ. പോയട്രി ഫെസ്റ്റിവൽ, ഫോട്ടോ പ്രദർശനവും ദിവസവും വൈകിട്ട് കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്.
KLF-ൽ പങ്കുചേരാൻ 2.5 ലക്ഷത്തോളം പേർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷയെന്ന് സംഘാടകർ പറഞ്ഞു. കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സച്ചിദാനന്ദന് പുറമെ രവി DC, AK അബ്ദുൽ ഹക്കീം, KV ശശി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തെ കലാപഭൂമിയാക്കരുതെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് സാംസ്കാരിക പ്രവർത്തകരുടെ ധർണ. നവോത്ഥാന മൂല്യ സംരക്ഷണ വേദിയുടെ ആഭിമുഖ്യത്തിലാണ് സാഹിത്യകാരന്മാർ ഒത്തുചേർന്നത്. KP രാമനുണ്ണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശബരിമലയുടെ പേര് പറഞ്ഞ് കേരളത്തെ കലാപഭൂമിയാക്കുന്ന സംഘപരിവാർ നടപടിയെ ശക്തമായി അപലപിച്ചുകൊണ്ടാണ് സാഹിത്യകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും ഒത്തുചേർന്നത്. ഇനിയെങ്കിലും സാംസ്കാരിക നായകന്മാർ മൗനം പാലിക്കാൻ പാടില്ലെന്ന് ഉറക്കെ പറഞ്ഞായിരുന്നു പ്രതിഷേധം. കേരളത്തിൽ ഒരു സമാന്തര സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി തെരുവുകളെ കലാപഭൂമിയാക്കി ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് KEN പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത, കേരളത്തിലെ ജനങ്ങൾ അനുകൂലമായും പ്രതികൂലമായും പ്രതികരിക്കുന്ന ഒരു സർക്കാർ കേരളത്തിൽ നിലനിൽക്കെ ആ സർക്കാരിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന്റെ മുകളിൽ ഒരു സമാന്തര സർക്കാർ ഉണ്ടാക്കാൻ, അതിനുവേണ്ടി തെരുവുകളെ കലാപഭൂമികളാക്കി മാറ്റാൻ, കൊലവിളിയുടെ, അലർച്ചയുടെ, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തലിന്റെ ഒരു കാഴ്ചപ്പാടിലേക്ക് കാര്യങ്ങളെ മാറ്റാനുള്ള വലിയൊരു ശ്രമമാണ് നടക്കുന്നത്. ഫാസിസ്റ്റ് തന്ത്രങ്ങൾ അടിച്ചേൽപ്പിക്കാൻ അമ്പലങ്ങളുടെയും ഭക്തിയുടെയും പേരിൽ പാവപ്പെട്ട സ്ത്രീകളെ തെരുവിൽ ഇറക്കുകയാണ് സംഘപരിവാർ എന്ന് K. അജിത ചൂണ്ടിക്കാട്ടി. സ്ത്രീകളെ നിങ്ങൾ വില കുറച്ച് കാണുമ്പോൾ, അല്ലെങ്കിൽ ഇടിച്ചു താത്തി കാണുമ്പോൾ, വിവേചനത്തോടു കൂടി കാണുമ്പോൾ, നിങ്ങൾക്കിടയിലെ സ്ത്രീകളെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. റോട്ടുമേർക്കാനും നിങ്ങളുടെ ഏറ്റവും ഗൂഢമായ, ഏറ്റവും നീചമായ ഫാഷിസ്റ്റ് തന്ത്രങ്ങൾ അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾ പാവപ്പെട്ട സ്ത്രീകളെ ഉപയോഗിക്കുന്നു, അമ്പലങ്ങളുടെയും ഭക്തിയുടെയും പേരിൽ. KP രാമനുണ്ണി, KKN കുറുപ്പ്, PK പാറക്കടവ് തുടങ്ങി നിരവധി സാഹിത്യകാരന്മാരാണ് പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തത്. നവോത്ഥാന മൂല്യ സംരക്ഷണ വേദിയുടെ ആഭിമുഖ്യത്തിലാണ് കോഴിക്കോട്ട് പ്രതിഷേധ ധർണ നടന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാനത്തെ വ്യവസായ സംരംഭകരുടെ പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കുന്നതിനായി വ്യവസായ മന്ത്രി EP ജയരാജന്റെ നേതൃത്വത്തിൽ ജില്ലാതല അദാലത്തുകൾ ആരംഭിച്ചു. ആദ്യപടിയായി കോഴിക്കോട് ജില്ലയിൽ നടന്ന അദാലത്തിൽ 40 അപേക്ഷകർ തീർപ്പാക്കി. കേരളത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതികൾ ത്വരിതഗതിയിൽ മുന്നേറുകയാണ്. ഇതിന്റെ ഭാഗമായാണ് വ്യവസായ സംരംഭകരുടെ പ്രശ്നങ്ങളും ഖനന മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും സമയബന്ധിതമായി പരിഹരിക്കുന്നതിനായി ജില്ലാതല അദാലത്തുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ലഭിച്ച 141 അപേക്ഷകളിൽ 40 എണ്ണം തീർപ്പാക്കി. മറ്റു വകുപ്പുകളിൽ പെൻഡിംഗായ 40 എണ്ണവും സർക്കാർ തലത്തിൽ പെൻഡിംഗായ 26 എണ്ണവും 10 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കാൻ മന്ത്രി EP ജയരാജൻ കർശന നിർദ്ദേശം നൽകി. അസംസ്കൃത വസ്തുക്കൾ ലഭിക്കാതെ പ്രതിസന്ധിയിലായ ഓട്, ഇഷ്ടിക നിർമ്മാണ മേഖലയെ കരകയറ്റുന്നതിനുള്ള സമഗ്ര പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത, ദോഷകരമാകാത്ത തണ്ണീർത്തടങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ടുള്ള പ്രദേശങ്ങളിലെ ചളി ശേഖരിച്ചുകൊണ്ട് ടൈൽസ് ഫാക്ടറികൾക്ക് റോ മെറ്റീരിയൽ കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുമോ എന്നാണ് പരിശോധിച്ചിട്ടുള്ളത്. വ്യവസായ സംരംഭകർക്ക് ഓൺലൈനായി ഒരു അപേക്ഷയിലൂടെ തന്നെ വിവിധ വകുപ്പുകളിൽ നിന്ന് ലൈസൻസുകൾ ലഭ്യമാക്കുന്നതിന് തയ്യാറാക്കിയ സോഫ്റ്റ്വെയറിന്റെ ഫൈനൽ ലോഞ്ചിംഗ് ഫെബ്രുവരി 11 മുഖ്യമന്ത്രി നിർവഹിക്കുമെന്നും മന്ത്രി EP ജയരാജൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.